കൊച്ചി റിക്രൂട്ട്മെന്റ് കേസിലെ മുഖ്യപ്രതി ഉദുപ് വർഗീസ് അറസ്റ്റിൽ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചാണ് അറസ്റ്റ്. CBI ആണ് ഉദുപ് വർഗീസിനെ അറസ്റ്റ് ചെയ്തത്. ഉദുപ് വർഗീസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി സമീർ വഴങ്ങോട് ചേർന്നുണ്ട്. സമീർ, എങ്ങനെയായിരുന്നു അറസ്റ്റ് വിവരങ്ങൾ? സമീർ, അറസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ്? സമീറിലേക്ക് എത്താം. ഉദുപ് വർഗീസ് ഇന്നാണ് അറസ്റ്റിലായത്. കൊച്ചി നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് കേസുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതിയാണ് ഉദുപ് വർഗീസ്. ഇയാളുടെ ഉന്നത ബന്ധം അടക്കമുള്ള വിഷയങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചാണ് അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. വിവരങ്ങളുമായി സമീർ വഴങ്ങോട് ചേരുന്നുണ്ട്. സമീർ, വിശദാംശങ്ങളിലേക്ക്. സൗമ്യ, ഇന്ന് പുലർച്ചെയാണ് ഉദുപ് വർഗീസ് അറസ്റ്റിലായത്. അബുദാബിയിൽ നിന്നുമുള്ള വിമാനത്തിൽ പുലർച്ചെ 3:15 വന്നിറങ്ങുമ്പോഴായിരുന്നു ഇമിഗ്രേഷൻസ് വിഭാഗം ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് CBIക്ക് കൈമാറുകയാണ് ചെയ്തത്. 2014 ഡിസംബർ മുതൽ 2015 മാർച്ച് വരെയുള്ള സമയത്ത് കുവൈത്തിലെ ആശുപത്രിയിലേക്ക് കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരെ റിക്രൂട്ട്മെന്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് 300 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അന്വേഷണത്തിൽ CBI കണ്ടെത്തിയിരുന്നത്. പ്രധാനമായും കുവൈത്തിലേക്ക് ഈ നഴ്സുമാരെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് 19,500 രൂപയാണ് സർക്കാരിന്റെ വ്യവസ്ഥ അനുസരിച്ച് ഓരോ ഉദ്യോഗാർത്ഥിയിൽ നിന്നും വാങ്ങാൻ കഴിയുക. എന്നാൽ ഇവർ അതിൽ ആ രേഖകളിൽ കൃത്രിമം കാണിക്കുകയും തുടർന്ന് 19.5 ലക്ഷം രൂപ ഓരോ വ്യക്തിയിൽ നിന്ന് വാങ്ങുകയും അത്തരത്തിൽ 300 കോടി രൂപ സമ്പാദിക്കുകയും ചെയ്തു. ഈ തട്ടിപ്പിനൊപ്പം തന്നെ ഇത് ഹവാല പണമായി വിദേശത്ത് കടത്തുകയും ചെയ്തു. ഈ 2 കേസുകളാണ് ഉള്ളത്. ഇതിൽ മുൻ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് ആയിട്ടുള്ള L. അഡോൾഫസ് ആണ് ഒന്നാം പ്രതി. ഈ ഉദുപ് വർഗീസ് ഇതിൽ 3ാം പ്രതിയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിനുമായിക്കൊണ്ട് ഹാജരാകണം എന്ന് കാണിച്ചുകൊണ്ട് CBI പലതവണ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ തള്ളുകയും തുടർന്ന് വിദേശത്ത് തന്നെ നിലയുറപ്പിക്കുകയും ചെയ്ത ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉദുപ് വർഗീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്ന നടപടികൾ. ഇതേ തുടർന്നാണ് CBI ഇന്റർപോളിന്റെ സഹായം തേടിയത്. തുടർന്നാണ് ഇന്ന് പുലർച്ചയോടുകൂടെ വന്നിറങ്ങുന്ന വേളയിൽ തന്നെ CBI ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് CBIക്കൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റും അതോടൊപ്പം തന്നെ ആദായ വകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട്. ഈ സംഭവത്തിൽ 300 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തുക ഹവാല പണമായി വിദേശത്തേക്ക് കടത്തി എന്നതുമാണ് കേസ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 8 പേർക്കെതിരെയാണ് CBI കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. അല്പസമയത്തിനകം തന്നെ കലൂരിലുള്ള CBI കോടതിയിലേക്ക് ഈ പ്രതിയെ കൊണ്ടുവരും എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സമീർ വഴങ്ങോടാണ് വിവരങ്ങൾ നൽകിയത്.